എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ PS എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ LGSന്റെ ഒന്നാം ഘട്ട പരീക്ഷയിലും അതോടൊപ്പം തന്നെ ഇതിനു മുമ്പ് നടത്തിയ 10th ലെവൽ പ്രിലിം എക്സാമിലൊക്കെ ധാരാളം ചോദ്യങ്ങൾ വന്നിരിക്കുന്ന ഒരു അധ്യായമാണ് കേരളക്കരയിൽ എന്ന് പറയുന്ന അധ്യായം. ഈ ഒരു അധ്യായം നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ നാടറിയാം എന്ന പേരിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ 5ാം ക്ലാസ്സിലെ ഈ ഒരു അധ്യായത്തിൽ നിന്ന് പലപ്പോഴും നമ്മുടെ പ്രിലിം എക്സാമിലും അതുപോലെ തന്നെ ഇപ്പോൾ LGSന്റെ ഒന്നാം ഘട്ട പരീക്ഷയിലൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അധ്യായമാണ് നമ്മളിവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നാടറിയാം എന്ന് പറയുന്ന പുതിയ ടെക്സ്റ്റ് ബുക്കിലെ കാര്യങ്ങളും ഒപ്പം നമ്മുടെ പഴയ ടെക്സ്റ്റ് ബുക്കിലെ കാര്യവും ഒരുമിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു ക്ലാസ് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതായത് ഈ രണ്ട് ടെക്സ്റ്റ് ബുക്കിലെയും ഒരേ പാഠമാണ്, പക്ഷെ അത് വ്യത്യസ്ത പേരിലാണ് പറയുന്നത്. പക്ഷെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ കുറേ കണ്ടന്റുകൾ കൂടുതലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഒരുമിപ്പിച്ചുകൊണ്ട് ആ രണ്ട് അധ്യായവും നമ്മളിവിടെ സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞിട്ടായിരിക്കും ഈ ക്ലാസ് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുക. അപ്പോൾ ആദ്യം നമുക്ക് പഴയ ടെക്സ്റ്റ് ബുക്കിലെ അധ്യായത്തിലേക്ക് വരാം. കേരളക്കരയിൽ എന്ന് പറയുന്നതാണ് പഴയ ടെക്സ്റ്റ് ബുക്കിൽ 5ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം ടെക്സ്റ്റ് ബുക്കിൽ 10ാമത്തെ അധ്യായമായിട്ട് കൊടുത്തിരിക്കുന്നത്. അതിൽ ഈ ഒരു അധ്യായം ആരംഭിക്കുന്നത് പ്രശസ്ത സാഹിത്യകാരനായ SK പൊറ്റക്കാടിൻ്റെ ഈ വരികൾ നൽകിക്കൊണ്ടാണ്. ഈ ഒരു വരികൾ നൽകിയിട്ട് ഇത് ആരുടെ വരികളാണ് എന്നൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. കേരളമേ നിന്റെ ഓമനപ്പേർ കേൾക്കെ കോൾമയിർ കൊള്ളുന്നതിനുള്ളവെന്നും നീരാളിപ്പച്ച വിരിച്ച വയലുകൾ നീളെ കിടക്കുമുൾ നാടുകളും വാരിളം പുല്ലണി കുന്നിൻ പുറങ്ങളും എന്ന് തുടങ്ങുന്ന ഈ വരികൾ ആരുടെയാണ് എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. അവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് ശ്രീ SK പൊറ്റക്കാടാണെന്ന കാര്യം ഓർത്തിരിക്കുക. തുടർന്ന് ഇവിടെ പറയുന്നത് കേരളത്തിൻ്റെ സ്ഥാനമാണ് ഇവിടെ ഈ ഒരു പാരഗ്രാഫിൽ നൽകിയിരിക്കുന്നത്. ഇന്ത്യയുടെ തെക്കേ അറ്റത്തായി കിഴക്ക് പശ്ചിമഘട്ടത്തിനും പടിഞ്ഞാറ് അറബിക്കടലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണ് കേരള സംസ്ഥാനം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ ഇന്ത്യ എടുക്കുകയാണെങ്കിൽ ആ ഷേപ്പ് എടുക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ കേരളം വരിക. അതിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ട് ഇവിടെ നമ്മുടെ പശ്ചിമഘട്ടമാണ്, ഈ ഒരു പടിഞ്ഞാറ് ഭാഗത്തായിട്ട് നമ്മുടെ അറബിക്കടലാണ് വരുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ ആ ഒരു സ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യയുടെ തെക്കേ അറ്റമാണ്. അവിടെ കിഴക്ക് ഭാഗത്തായിട്ട് നമ്മുടെ പശ്ചിമഘട്ടമാണ്, അതേപോലെ തന്നെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് അറബിക്കടലാണ്. ഇതിൻ്റെ രണ്ടിനും ഇടയിലായിട്ടാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ കേരളം സ്ഥിതി ചെയ്യുന്നത്. ഇനി കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രധാനമായിട്ടും 3ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഭൂപ്രകൃതിയെ എത്രയായിട്ട് തരംതിരിക്കുന്നു എന്ന് വെച്ചാൽ 3ആയിട്ടാണ്. 7.5 മീറ്റർ വരെയുള്ള പ്രദേശത്തെ തീരപ്രദേശം എന്ന് പറയുമ്പോൾ 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയുള്ള പ്രദേശത്തെ ഇടനാട് എന്നും 75 മീറ്ററിൽ കൂടുതലുള്ള പ്രദേശത്തെ മലനാട് എന്നുമാണ് പറയുന്നത്. അപ്പോൾ ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ ഭൂപ്രകൃതി എത്രയായി തരംതിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഉത്തരമായിട്ട് വരേണ്ടത് 3ആയിട്ടാണ്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ തീരപ്രദേശമുണ്ട്, ഇടനാടുണ്ട്, മലനാടുണ്ട്. അതിൽ സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ വരെയുള്ള പ്രദേശം തീരപ്രദേശമാണെങ്കിൽ സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയുള്ള പ്രദേശം എന്താണ്? ഇടനാടാണ്. തുടർന്ന് 75 മീറ്ററിൽ കൂടുതലുള്ള പ്രദേശമാണെങ്കിൽ അത് മലനാടാണ്. ഓർത്തിരിക്കാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വാല്യൂ ആണ്. ഇനി അടുത്തത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്റർ കൂടുതൽ ഉയരമുള്ള പ്രദേശമാണ് മലനാട്. ഉയരം കൂടിയ കുന്നുകളും മലകളും ഒക്കെയുള്ള ഈ ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ് നമ്മുടെ നദികളെല്ലാം ഉത്ഭവിക്കുന്നത്. ഈ ഭൂപ്രകൃതി വിഭാഗത്തിന്റെ ഭൂരിഭാഗവും എന്താണ്? വനങ്ങളാണെന്നും കൂടെ പറയുന്നുണ്ട്. അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്റർ കൂടുതലുള്ള പ്രദേശമാണ് മലനാട് എന്ന് പറയുന്നത്. ഈ മലനാടിലേക്ക് വരുമ്പോൾ അവിടെ ഉയരം കൂടിയ കുന്നുകളും മലകളും ഒക്കെയാണ് ഈ ഭൂപ്രകൃതി വിഭാഗത്തിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്. ഇവിടെ നിന്നാണ് എന്തെന്ന് പറയുന്നത്? നദികളെല്ലാം തന്നെ ഉത്ഭവിക്കുന്നത്. ഈ ഭൂപ്രകൃതി വിഭാഗത്തിൻ്റെ ഭൂരിഭാഗവും എന്താണെന്ന് പറയുന്നുണ്ട്? വനങ്ങളാണെന്നും കൂടെ പറയുന്നുണ്ട്. ഇനി അടുത്തത് സഖ്യന്റെ മടിയിൽ എന്ന് പറയുന്ന ഒരു സബ് ഹെഡിങ്ങിൽ നൽകിയിരിക്കുന്ന കാര്യങ്ങളാണ്. തെക്ക് തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വരെ വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമാണ് കേരളത്തിന്റെ മലനാട്. അപ്പോൾ കേരളത്തിന്റെ മലനാട് എന്ന് പറയുന്നത് എന്തിന്റെ ഭാഗമാണ്? പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമാണ്. നമുക്കറിയാം തെക്ക് തമിഴ്നാട് മുതൽ വടക്ക് ഗുജറാത്ത് വരെയാണ് ഈ പറയുന്ന പശ്ചിമഘട്ട മലനിരകൾ നീണ്ടു കിടക്കുന്നത്. കടുവ, പുലി, വരയാട്, സിംഹവാലൻ, കുരങ്ങ് എന്നിവയും രാജവെമ്പാല ഉൾപ്പെടെ പലതരം പാമ്പുകൾ, നിരവധി ഇനം പക്ഷികൾ, ചിത്രശലഭങ്ങൾ തുടങ്ങിയ അപൂർവമായ ജീവികളും പശ്ചിമഘട്ടത്തിലുണ്ട്. ഈട്ടി, അകിൽ, ചന്ദനം, രക്തചന്ദ്രം തുടങ്ങിയ മരങ്ങളും പലതരം ഓർക്കിഡുകളും നിറഞ്ഞതാണ് പശ്ചിമഘട്ട മേഖല. ഈ പ്രദേശത്തിന് സഖ്യപർവ്വത നിര എന്നും പേരുണ്ട്. അപ്പോൾ നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ ഈ പശ്ചിമഘട്ട നിര അറിയപ്പെടുന്നത് എന്താണ്? സഖ്യപർവ്വത എന്ന പേരിലാണ്. സഖ്യപർവ്വതം എന്ന പേരിലാണ് കേരളത്തിൽ ഈ പറയുന്ന പശ്ചിമഘട്ട നിര അറിയപ്പെടുന്നത്. ഇനി അടുത്തത് സൈലന്റ് വാലിയുമായി ബന്ധപ്പെട്ട് നിശബ്ദതയുടെ താഴ്വര എന്നറിയപ്പെടുന്ന സൈലന്റ് വാലിയാണ്. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിൽ ഉൾപ്പെടുന്ന പശ്ചിമഘട്ട വനപ്രദേശമാണ് ഇതെന്ന് പറയുന്നത് സൈലന്റ് വാലി. അപ്പോൾ പാലക്കാട് ജില്ലയിലാണ്, മണ്ണാർക്കാട് താലൂക്കിലാണ്. ചീവീടുകൾ അപൂർവമായതുകൊണ്ട് ഈ പ്രദേശത്തിന് സൈലന്റ് വാലി അല്ലെങ്കിൽ നിശബ്ദ താഴ്വര എന്ന് വിളിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കാൻ കാരണം? അവിടെ എന്താണ്? ചീവീടുകൾ അപൂർവമാണ്. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ, കുരങ്ങുകൾ ഉൾപ്പെടെ നിരവധി സസ്യജന്തുക്കളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് ഈ വനപ്രദേശം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക.
ഇനി നമ്മുടെ അടുത്ത ഭൂപ്രകൃതിയിലേക്ക് വരികയാണ് ഇടനാട്. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള ഭൂപ്രദേശമാണ് ഇടനാട് എന്ന് പറയുന്നത്. ചെറിയ കുന്നുകളും അതുപോലെ തന്നെ താഴ്വരകളും നദികളുമെല്ലാം ഈ പറയുന്ന ഇടനാട് പ്രദേശത്തിൻ്റെ പ്രത്യേകതയാണ്. ഇടനാടിൻ്റെ കിഴക്കും പടിഞ്ഞാറും അതിരായ ഭൂപ്രകൃതി വിഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ഭൂപടത്തിൽ നിന്ന് കണ്ടെത്തുക എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ നടുവിൽ കാണുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഇടനാട് എന്ന് പറയുന്നത്. ആ ഇടനാടിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ട് ഏത് വരുന്നുണ്ട്, കിഴക്ക് ഭാഗത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ മലനാടാണ് വരുന്നത്. ഈ ഒരു റെഡ് ആ ഒരു ഇതിൽ കൊടുത്തിരിക്കുന്നതാണ് മലനാട് എന്ന് പറയുന്നത്. അതുപോലെ ആ ഒരു മഞ്ഞ കളറിൽ കൊടുത്തിരിക്കുന്നതാണ് നമ്മുടെ തീരപ്രദേശം. കാരണം ഈ ഒരു ഭാഗത്താണ് അറബിക്കടൽ വരുന്നത്. ഈ ഒരു ഭാഗത്തിലൂടെയാണ് എന്ത് കടന്നു പോകുന്നത്, നമ്മുടെ പശ്ചിമഘട്ടം കടന്നു പോകുന്നത്. അപ്പോൾ ഇവിടെ ഈ ഇടനാടിൻ്റെ കിഴക്ക് ഭാഗത്ത് ഏത് പ്രദേശമാണെന്ന് ചോദിച്ചാൽ ദാ ഈ റെഡിൽ കൊടുത്തിരിക്കുന്ന നമ്മുടെ മലനാട് പ്രദേശമാണ്. അതേപോലെ തന്നെ ഇടനാടിൻ്റെ ഈ പറയുന്ന പടിഞ്ഞാറ് ഭാഗത്ത് ഏതാണെന്ന് വെച്ചാൽ അവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ തീരപ്രദേശം. അപ്പോൾ ഈ ഒരു മാപ്പ് നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ മതി. അപ്പോൾ ഏത് ചോദ്യം ചോദിക്കുകയാണെങ്കിലും അതിൻ്റെ ഉത്തരത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റും. ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് തീരപ്രദേശമാണ്. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ വരെയുള്ള ഉയരമുള്ള ഭാഗമാണ് തീരപ്രദേശം. പൊതുവെ മണൽ നിറഞ്ഞ ഭൂപ്രദേശമാണ് തീരപ്രദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഉയരമാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. 7.5 മീറ്റർ വരെയാണ് ഉയരം. അപ്പോൾ തീരപ്രദേശം എന്ന് പറയുമ്പോൾ 7.5 മീറ്റർ വരെ. പിന്നെ ഇടനാട് എന്ന് പറയുമ്പോൾ 7.5 മുതൽ 75 മീറ്റർ വരെ. 75 മീറ്ററിൽ കൂടുതലാണെങ്കിൽ മലനാട് പ്രദേശമാണ്. ഇനി കാലാവസ്ഥയിലേക്ക് വരുമ്പോൾ മിതമായ കാലാവസ്ഥയാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. അപ്പോൾ കേരളത്തിലെ കാലാവസ്ഥ മിതമായ കാലാവസ്ഥയാണ്. അതികഠിനമായ ചൂടോ തണുപ്പോ കേരളത്തിൽ അനുഭവപ്പെടാതിരിക്കാൻ പ്രധാന കാരണം എന്താണ്, കടലിൻ്റെ സാമീപ്യമാണ് എന്ന കാര്യം ഓർക്കാം. ഇതൊക്കെ വേണമെങ്കിൽ ഒരു ചെറിയ ചെറിയ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലൊക്കെ വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഇനി അടുത്തതിലേക്ക് വരാം. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. പണ്ടൊക്കെ PSC ചോദിക്കുന്നതാണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നു നമ്മുടെ കേരളം. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ്. ജൂൺ മാസത്തിൽ തുടങ്ങുന്ന ഈ മഴക്കാലം ഇടവപ്പാതി കാലവർഷം എന്നിങ്ങനെ അറിയപ്പെടും. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ചോദ്യപേപ്പറിൽ ഇത് കണ്ടതാണ്. അപ്പോൾ ജൂൺ മാസത്തിലാണ് ഇത് ആരംഭിക്കുന്നത്. നമുക്കറിയാം സ്കൂളൊക്കെ തുറക്കുന്ന സമയത്ത് നമ്മൾ കുടയൊക്കെ പിടിച്ചു പോയതും മഴ നനഞ്ഞ് വീട്ടിലേക്ക് വരുന്നതൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ജൂൺ മാസത്തിൽ തുടങ്ങുന്ന ഈ മഴക്കാലം ഇടവപ്പാതി എന്ന പേരിലും കാലവർഷം എന്നും അറിയപ്പെടുന്നത്. അപ്പോൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ഇടവപ്പാതി എന്നും കാലവർഷം എന്നും വിളിക്കുന്ന കാര്യം ഓർക്കുക. വടക്ക് കിഴക്കൻ മൺസൂൺ മഴക്കാലം തുലാവർഷം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ തുലാവർഷം എന്നറിയപ്പെടുന്നത് എന്താണ്, വടക്ക് കിഴക്കൻ മൺസൂൺ കാലമാണ്. വൈകുന്നേരങ്ങളിലെ ഇടിയോടുകൂടിയ മഴയാണ് തുലാവർഷത്തിൻ്റെ പ്രത്യേകത എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ രണ്ട് കാലഘട്ടമാണ്, ഒന്ന് തെക്ക് പടിഞ്ഞാറൻ മൺസൂണും മറ്റൊന്ന് വടക്ക് കിഴക്കൻ മൺസൂണും. എന്തൊക്കെയാണ്, തെക്ക് പടിഞ്ഞാറൻ മൺസൂണും മറ്റൊന്ന് വടക്ക് കിഴക്കൻ മൺസൂണുമാണ്. അതിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിലൂടെയാണ്. അതിനെ തന്നെയാണ് ഇടവപ്പാതി എന്നും കാലവർഷം എന്നും പറയുന്നത്. എന്നാൽ വടക്ക് കിഴക്കൻ മൺസൂണിനെ തുലാവർഷം എന്നാണ് പറയുന്നത്. ആ ഒരു സമയത്താണ് നമ്മുടെ ഉച്ച കഴിഞ്ഞിട്ടൊക്കെ ഇടിയോടുകൂടിയ മഴയൊക്കെ കാണുന്നത്. ഇനി ഡിസംബർ മാസത്തോടെ കേരളത്തിൽ നേരിയ തണുപ്പ് അനുഭവപ്പെടാൻ തുടങ്ങുന്നു. ഫെബ്രുവരി മാസത്തോടെ വേനൽക്കാലം ആരംഭിക്കുകയായി എന്നാണ് അവിടെ പറയുന്നത്. ഇനി കേരളത്തിലെ നദികളുമായി ബന്ധപ്പെട്ട് ചെറിയ ഒരു കാര്യം ഇവിടെ പറഞ്ഞു പോകുന്നു. പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലൂടെ ഒഴുകുന്ന 44 നദികളുണ്ട്. ഇവയിൽ കബനി, ഭവാനി, പാമ്പാർ എന്നീ നദികൾ കിഴക്കോട്ടാണ് ഒഴുകുന്നത്. പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. അപ്പോൾ ചെറിയ ഒരു ബേസിക് കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇവിടെ പോകുന്നത്. കേരളത്തിൽ എത്ര നദികളുണ്ടെന്ന് വെച്ചാൽ നമുക്കറിയാം, 44 നദികളാണ്. ആ 44 നദികളിൽ 41 പടിഞ്ഞാറോട്ട് ഒഴുകുന്നു, 3 കിഴക്കോട്ട് ഒഴുകുന്നു. ആ 3 നദികളാണ് കബനി, ഭവാനി, പാമ്പാർ എന്നീ പേരുകൾ ഓർത്തിരിക്കുക. അതിൽ തന്നെ ഏറ്റവും നീളം കൂടിയ നദി ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് പെരിയാറാണ്. ഇനി ഇത് പരീക്ഷയിൽ വന്നിട്ടുള്ളതാണ്. 1/4 നൂറ്റാണ്ട് മുമ്പ് വറ്റിവരണ്ടു പോയ അട്ടപ്പാടിയിലെ കൊടങ്ങരപ്പള്ളം പുഴ അതിൻ്റെ ഒഴുക്ക് വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നു. തമിഴ്നാട് അതിർത്തിയിലെ പെരുമാൾമുടിയിൽ നിന്ന് ഉത്ഭവിച്ച് ഭവാനി പുഴയിൽ എത്തിച്ചേരുന്ന പുഴയാണ് കൊടങ്ങരപ്പള്ളം പുഴ. വനനശീകരണമാണ് പുഴയുടെ നാശത്തിന് വഴിതെളിച്ചത്. മഴക്കുഴികൾ, തടയണകൾ എന്നിവയുടെ നിർമ്മാണം, കാട് വെച്ച് പിടിപ്പിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ മൂലം പുഴ നീരൊഴുക്ക് വീണ്ടെടുത്ത് അട്ടപ്പാടി പ്രദേശത്തെ കൂടി വീണ്ടും ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു പദ്ധതിയാണ് ഈ പുനർജനനി എന്ന് പറയുന്ന ആ ഒരു പദ്ധതി. ഇതിൻ്റെ ആ ഒരു വീണ്ടെടുപ്പിന് വേണ്ടി നടത്തിയ ഒരു പദ്ധതിയാണ്. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ട ഒന്ന് കൊടങ്ങരപ്പള്ളം പുഴ എന്ന് ഓർത്തിരിക്കുക. അത് അട്ടപ്പാടിയിലൂടെയാണ് എന്ന കാര്യം ഓർത്തിരിക്കണം. ഇനി ഇത് തമിഴ്നാട് അതിർത്തിയിലെ പെരുമാൾമുടിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഇത് എവിടെ എത്തിച്ചേരും, ഭവാനി പുഴയിൽ എത്തിച്ചേരുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഭവാനി പുഴയുമായി ബന്ധപ്പെട്ടതാണ് ഈ പറയുന്ന കൊടങ്ങരപ്പള്ളം പുഴ എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആ ഒരു ഇതാണ് പുനർജനനി എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കേരളത്തിലെ കായലുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. കടലിനോട് ചേർന്ന് കാണപ്പെടുന്ന വലിയ ജലാശയങ്ങളാണ് കായലുകൾ. അപ്പോൾ കടലിനോട് ചേർന്ന് കാണപ്പെടുന്ന വലിയ ജലാശയങ്ങളെയാണ് നമ്മൾ കായലുകൾ എന്ന് പറയുന്നത്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന വേമ്പനാട് കായൽ കേരളത്തിലെ ഏറ്റവും വലിയ കായലാണെന്ന കാര്യം ഓർക്കുക.
മത്സ്യബന്ധനം, കക്കവാരൽ, കയർ വ്യവസായം, വിനോദസഞ്ചാരം എന്നിവയ്ക്ക് വേണ്ടി കായലുകൾ പ്രയോജനപ്പെടുത്തുന്നു എന്ന കാര്യം ഓർക്കുക. ഇനി തടാകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കരയാൽ ചുറ്റപ്പെട്ട വലിയ ജലാശയങ്ങളാണ് തടാകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ തടാകങ്ങളും കായലും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇവിടെ നമ്മൾ ഓർക്കേണ്ടത്. കടലിനോട് ചേർന്ന് കിടക്കുന്ന വലിയ ജലാശയങ്ങളാണ് എന്തെന്ന് പറയുന്നത്? കായലുകൾ എന്ന് പറയുന്നത്. അതേ സമയത്ത് കരയാൽ ചുറ്റപ്പെട്ട വലിയ ജലാശയങ്ങളെയാണ് തടാകങ്ങൾ എന്ന് പറയുന്നത്. കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട തടാകമാണ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത് ഇവിടെ പറയുന്ന കൃഷിയും ജനജീവിതവും എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. കേരളം ഒരു കാർഷിക പ്രാധാന്യമുള്ള സംസ്ഥാനമാണ്. വളരെ വളക്കൂറുള്ള മണ്ണും ധാരാളമായി ലഭിക്കുന്ന മഴയും കേരളത്തിൽ കൃഷിക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കുന്നു. അപ്പോൾ കേരളം ഒരു കാർഷിക പ്രാധാന്യമുള്ള സംസ്ഥാനമാണ്. വളക്കൂറുള്ള മണ്ണ് നമ്മുടെ ഇവിടെ ധാരാളമായിട്ട് ലഭിക്കുന്നുണ്ട്, അതുപോലെ മഴയും ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് കേരളത്തിൽ കൃഷിക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഒരുക്കുന്നു എന്ന കാര്യം ഓർക്കുക. തീരപ്രദേശങ്ങളിൽ തെങ്ങ്, നെല്ല് തുടങ്ങിയ വിളകളാണ് മുഖ്യമായും കൃഷി ചെയ്യുന്നത്. ഇവിടുത്തെ കായലുകൾ മത്സ്യകൃഷിക്ക് എന്താണ് വ്യാപകമായി ഉപയോഗപ്പെടുത്തുന്നു. എന്നാൽ ഇടനാട്ടിലെത്തുമ്പോഴും വൈവിധ്യമാർന്ന വിളകൾ കൃഷി ചെയ്യുന്നതായി കാണാം. നെല്ല്, തെങ്ങ്, വാഴ, ചേന, ചേമ്പ് എന്നിവ കൂടാതെ കവുങ്ങ്, റബ്ബർ, മരച്ചീനി, കാപ്പി, കുരുമുളക് തുടങ്ങിയ വിളകളും ഈ മേഖലയിലുണ്ട്. മലനാട്ടിൽ പൊതുവെ അനുഭവപ്പെടുന്ന തണുപ്പുള്ള കാലാവസ്ഥ തേയില, ഏലം, കുരുമുളക് എന്നീ വിളകൾക്ക് ഏറെ അനുയോജ്യമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇവിടെ ഓരോ പ്രദേശത്തിൻ്റെയും ഭൂപ്രകൃതി അനുസരിച്ച് അവിടുത്തെ കൃഷിയിലും എന്തുണ്ട്? വ്യത്യാസമുണ്ട്. തീരപ്രദേശങ്ങളിലേക്ക് വരുമ്പോൾ തെങ്ങ്, നെല്ല് തുടങ്ങിയ വിളകളാണ് അവിടെ മുഖ്യമായിട്ടും കൃഷി ചെയ്യുന്നത്. എന്നാൽ ഈ സമയത്ത് ഈ തീരപ്രദേശവുമായി അടുത്ത് കിടക്കുന്ന കായലുകളിൽ എന്താണ്? മത്സ്യകൃഷിക്ക് വ്യാപകമായി ഉപയോഗപ്പെടുത്തുന്നു. അതേപോലെ തന്നെ നമ്മൾ ഇടനാടിലേക്ക് വരുമ്പോൾ അവിടെ വൈവിധ്യമാർന്ന വിളകൾ കൃഷി ചെയ്യുന്നുണ്ട്. ഇടനാട്ടിൽ എന്താണ്? വൈവിധ്യമാർന്ന വിളകൾ കൃഷി ചെയ്യുന്നുണ്ട്. അവിടെ നെല്ലുണ്ട്, തെങ്ങുണ്ട്, വാഴയുണ്ട്, ചേനയുണ്ട്, ചേമ്പുണ്ട്, അതുപോലെ കവുങ്ങ്, റബ്ബർ, മരച്ചീനി, കാപ്പി, കുരുമുളക് എന്നിവയെല്ലാം എന്താണ്? അവിടെ കൃഷി ചെയ്യുന്നുണ്ട്. എന്നാൽ മലനാട്ടിലേക്ക് വരുമ്പോൾ അവിടെ തേയില, ഏലം, കുരുമുളക് ഇതൊക്കെയാണ് മലനാട്ടിലെ പ്രധാനപ്പെട്ട കൃഷി എന്ന് പറയുന്നത്. ഇനി കേരളത്തിൻ്റെ ദേശീയോത്സവം ഏതാണ്? ഓണമാണ്. നമ്മൾ ഓൾറെഡി ആ ചോദ്യപേപ്പറിൽ നമ്മൾ കണ്ടതാണ്. കേരളത്തിൻ്റെ ദേശീയോത്സവം ഏതാണെന്ന് വെച്ചാൽ ഓണമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ചിങ്ങമാസത്തിലെ വിളവെടുപ്പുമായി ബന്ധപ്പെട്ടതാണ് ഈ പറയുന്ന ഓണം എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഗതാഗതമാണ്. കേരളത്തിൽ ഓരോ ഭൂപ്രകൃതി വിഭാഗത്തിനും അനുയോജ്യമായ ഗതാഗത മാർഗ്ഗങ്ങളാണ് രൂപപ്പെട്ടിട്ടുള്ളത്. കായലുകൾ, തടാകങ്ങൾ, നദീമുഖങ്ങൾ എന്നിവ നിറഞ്ഞ തീരപ്രദേശത്ത് ജലഗതാഗത മാർഗ്ഗത്തിനേറെ പ്രാധാന്യമുണ്ട്. തിരുവനന്തപുരം മുതൽ ഹോസ്ദുർഗ് വരെ നീളുന്ന ജലപാത നമുക്കുണ്ട്. മത്സ്യബന്ധനം, ഗതാഗതം, രാജ്യരക്ഷ തുടങ്ങിയവയ്ക്ക് പ്രയോജനപ്പെടുത്തുന്ന തുറമുഖങ്ങളും എന്താണ്? നമ്മുടെ നാട്ടിൽ വികസിപ്പിച്ചിട്ടുണ്ട്. കായലുകൾക്ക് കുറുകെ പാലങ്ങൾ വന്നതോടെ തീരപ്രദേശത്ത് കൂടി റെയിൽ പാലങ്ങളും ദേശീയപാതകളും കേരളത്തിലുണ്ടായി. ഇടനാട്ടിലും മലനാട്ടിലും റോഡ് ഗതാഗതമാണ് കൂടുതലുള്ളത്. അപ്പോൾ ഇടനാട്ടിലും മലനാട്ടിലും എന്താണ്? റോഡ് ഗതാഗതമാണ് കൂടുതലുള്ളത്. പശ്ചിമഘട്ടത്തിലെ ചുരങ്ങൾ വഴി തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും ഈ പാതകൾ നീളുന്നു. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നീ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ നിന്നും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്കും നിരവധി വിദേശ രാജ്യങ്ങളിലേക്കും വിമാന സർവീസുകളുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ കോഴിക്കോട്, തിരുവനന്തപുരം, കൊച്ചിക്ക് പുറമെ ഏതും കൂടെ ഉണ്ട്? കണ്ണൂരും കൂടെ ഉണ്ട്. 4 ഉണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ പഴയ ടെക്സ്റ്റ് ബുക്കിലെ 5ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ. ഈ പുതിയ ടെക്സ്റ്റ് ബുക്കിലേക്ക് വരികയാണ്. അവിടെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കുറേ അവിടെ അതേപോലെ തന്നെ ഉണ്ട്. എന്നാൽ കുറച്ച് ചെറിയ ചെറിയ പോയിന്റുകൾ അവിടെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തെല്ലാമാണെന്ന് നോക്കാം. അവിടെ നമ്മുടെ ഈ ഒരു അധ്യായത്തിന് നൽകിയിരിക്കുന്ന പേര് നാടറിയാം എന്ന് പറയുന്നതാണ്. അവിടെ തുടക്കത്തിൽ നൽകിയിരിക്കുന്ന ആ വരികൾ നമ്മൾ തൊട്ടു മുമ്പ് എസ് കെ പൊറ്റക്കാട്ടിലെ വരികളായിരുന്നു നമ്മൾ പഠിച്ചതെങ്കിൽ ഇവിടെ മാതൃവന്ദനം എന്ന് പറയുന്ന വള്ളത്തോൾ നാരായണമേനോന്റെ കൃതിയിൽ നിന്നുള്ള വരികളാണ് പഠിക്കുന്നത്. പച്ചയാം വിരിപ്പിട്ട സഖ്യനിൽ തലവെച്ചും സ്വച്ഛപ്തി മണൽ തിട്ടാം പാദോപദാനം പൂണ്ടും എന്ന് തുടങ്ങുന്ന വരികൾ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് വള്ളത്തോൾ നാരായണമേനോനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വള്ളത്തോൾ നാരായണമേനോനുമായി ബന്ധപ്പെട്ടതാണ് ഇവിടെ നൽകിയിരിക്കുന്ന ഈ വരികൾ എന്ന കാര്യം ഓർക്കുക. ഇനി അടുത്തതായിട്ട് ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നത് കേരളത്തിൻ്റെ ഭൂപ്രകൃതി. നമ്മളിപ്പോൾ കണ്ട കാര്യങ്ങൾ തന്നെയാണ്. അവിടെ നമുക്ക് ഈ ഒരു മാപ്പിലൂടെ കടന്നു വരുമ്പോൾ നമുക്ക് അറിയാം ഇതാണ് എന്ത്? മലനാട് എന്ന് പറയുന്നത്. ഈ ചുവപ്പ് നൽകിയിരിക്കുന്നതാണ് നമ്മുടെ ഇടനാട്. ഈ ഒരു ഇവിടെ നൽകിയിരിക്കുന്ന ആ നീല ആ ഒരു നിറത്തിൽ നൽകിയിരിക്കുന്നതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? തീരപ്രദേശം എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ പഠിച്ചു തന്നെയാണ്. 75 മീറ്ററിൽ താഴെയാണെങ്കിൽ അത് 7.5 മീറ്ററിൽ താഴെയാണെങ്കിൽ തീരപ്രദേശമാണ്. ഇനി 7.5നും 75 മീറ്ററിന് ഇടയിലാണെങ്കിൽ ഇടനാട്, പിന്നെ 75 മീറ്ററിന് മുകളിലാണെങ്കിൽ അത് മലനാടാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത് നമുക്കിവിടെ പരിചയപ്പെടാനുള്ളത് മലനാടാണ്. കേരളത്തിൻ്റെ ഭൂപടത്തിൽ മലനാടിൻ്റെ സ്ഥാനം കണ്ടെത്തൂ. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 75 മീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നതും കുന്നുകളും മലകളും പർവ്വതങ്ങളും ഉൾപ്പെടുന്നതുമായ ഭൂപ്രകൃതി വിഭാഗമാണിത്. ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നതും പൊതുവെ ഹരിതാഭവുമായ പ്രദേശമാണ് മലനാട്. ഇവിടെ ഈ ഒരു പോയിന്റ് നമ്മൾ തൊട്ട് മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. ഇവിടെ എന്താണ്? ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നുണ്ട്. പൊതുവെ എന്താണ്? ഹരിതാഭവുമായ പ്രദേശമാണ് മലനാട്. കേരളത്തിലെ 44 നദികളുടെ ഉത്ഭവമാകുന്ന എന്താണ്? ഈ ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ്. അതൊക്കെ നമ്മൾ തൊട്ട് മുമ്പ് നമ്മളവിടെ പരിചയപ്പെട്ടതാണ്. അവിടെ തന്നെ 3 നദികൾ കിഴക്കോട്ട് ഒഴുകുന്നു എന്ന് നമ്മൾ പഠിച്ചു. അതാണ് ഭവാനി, പാമ്പാർ തുടങ്ങിയ നദികൾ. എന്താണ്? 3 നദികളുണ്ട്.
ആ നദികൾ എന്താണ് കിഴക്കോട്ട് ഒഴുകുന്നു എന്ന് നമ്മൾ പഠിച്ചു. കബനി, ഭവാനി, പാമ്പാർ. ഇനി അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ഇടനാടിനെ കുറിച്ചാണ്. ഇടനാടുമായി ബന്ധപ്പെട്ട് പറയുന്നത് മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലായിട്ട് ആണ് ഇടനാട് സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ തന്നെ സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയാണ് ഈ പ്രദേശത്തിൻ്റെ ഉയരമെന്ന് പറയുന്നു. ചെറുകുന്നുകളും താഴ്വരകളും നദീതടങ്ങളും ഒക്കെയാണ് ഇടനാടിൻ്റെ സവിശേഷത. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അടുത്തത് ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കിടക്കുന്ന ഭൂപ്രകൃതി വിഭാഗമാണിത്. നമ്മൾ തൊട്ട് മുമ്പ് അറബിക്കടലിൽ നിന്ന് പഠിച്ചു. അത് തന്നെയാണ് ലക്ഷദ്വീപ് ഉൾപ്പെടുന്നത് അറബിക്കടലിലാണ്. അതുകൊണ്ട് ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കിടക്കുന്ന ഭൂപ്രകൃതി വിഭാഗമാണിത്. അപ്പോൾ വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാം, ലക്ഷദ്വീപ് കടലിനോട് ചേർന്ന് കിടക്കുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ തീരപ്രദേശമാണെന്ന കാര്യം ഓർത്തിരിക്കുക. കടൽ തീരത്തോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്തിന് സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ വരെയാണ് ഉയരം എന്ന് പറയുന്നത്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് കഴിഞ്ഞ ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത് തന്നെയാണ്. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു മാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മാപ്പിൽ നമ്മൾ ഇതാണ് ലക്ഷദ്വീപ് കടൽ എന്ന്, അതായത് നമ്മുടെ അറബിക്കടലിനെ തന്നെയാണ് അത് വിളിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക. പിന്നെ മലനാടിനോട് ചേർന്നിട്ടാണ് നമ്മുടെ ഈ കർണാടകവും അതുപോലെ തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങൾ ഉൾപ്പെടുന്ന കാര്യം ഓർത്തിരിക്കണം. ഇനി അടുത്തത് കേരളത്തിൻ്റെ കാലാവസ്ഥയെക്കുറിച്ചാണ്. ധാരാളം മഴ ലഭിക്കുന്ന നാടാണ് കേരളം. കേരളത്തിൽ പ്രധാനമായി 2 മഴക്കാലങ്ങളാണുള്ളത്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അഥവാ കാലവർഷം എന്ന് പറയും. അതേപോലെ തന്നെ വടക്കു കിഴക്കൻ മൺസൂൺ അഥവാ തുലാവർഷം എന്ന് പറയും. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. കേരളത്തിൽ ലഭിക്കുന്ന മഴയുടെ ഭൂരിഭാഗവും തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഈ വടക്ക് പടിഞ്ഞാറൻ മൺസൂണുമായി ബന്ധപ്പെടുത്തിയിട്ട് അവിടെ വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഈ തമിഴ്നാട് എന്ന് നമ്മളൊരു ചോദ്യം നമ്മൾ ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഈ വടക്ക് കിഴക്കൻ മൺസൂണിലൂടെയാണ്. എന്നാൽ കേരളത്തിലേക്ക് വരുമ്പോൾ ഏതാണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂണിലൂടെയാണ്. ഇനി അടുത്ത ഇവിടെ പറയുന്നുണ്ട്, കേരളത്തിൽ ലഭിക്കുന്ന മഴയുടെ ഭൂരിഭാഗവും തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ്. കേരളത്തിൽ വേനൽക്കാലം മാർച്ച് മുതൽ മെയ് വരെയാണ്. കേരളത്തിൽ നമ്മൾ തൊട്ട് മുമ്പത്തെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഫെബ്രുവരി ആകുമ്പോഴത്തേനും വേനൽക്കാലം ആരംഭിക്കുന്നതാണ് നമ്മൾ കേട്ടത്. ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് മാർച്ച് മുതൽ മെയ് വരെയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ വേനൽക്കാലം എന്ന് പറയുന്നത്. ഇക്കാലത്ത് കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നു. വേനൽക്കാലത്ത് ഇടയ്ക്കെത്തുന്ന മഴ ചൂടിൻ്റെ തീവ്രതയ്ക്ക് കുറച്ച് ആശ്വാസം നൽകുന്നു എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി അടുത്തത് നൽകിയിരിക്കുന്ന മൺസൂൺ എന്ന് പറയുന്ന ഒരു പാരഗ്രാഫ് നൽകിയിട്ടുണ്ട്. കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് ഗതിമാറി വീശുന്ന കാറ്റുകളാണ് മൺസൂൺ കാറ്റുകൾ. അപ്പോൾ എന്താണ് മൺസൂൺ കാറ്റുകൾ? കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് ഗതിമാറി വീശുന്ന കാറ്റുകളാണ്. ജൂൺ സെപ്റ്റംബർ മാസങ്ങളിൽ ഭൂമധ്യരേഖയ്ക്ക് വടക്ക് ഇന്ത്യൻ സമുദ്രത്തിൽ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്നും കരയിലേക്ക് വീശുന്ന മഴക്കാറ്റുകളാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് എന്താണ്? ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ്. അതിവിടെ എക്സ്ട്രാ ആയിട്ട് നമ്മൾ തൊട്ട് മുമ്പ് വായിച്ചപ്പോൾ അത് കണ്ടില്ലായിരുന്നു. ഇപ്പോൾ ഈ ഒരു പുതിയ ടെക്സ്റ്റ് ബുക്കിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ജൂൺ സെപ്റ്റംബർ മാസങ്ങളിൽ ഭൂമധ്യരേഖയ്ക്ക് വടക്ക് ഇന്ത്യൻ സമുദ്രത്തിൽ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്നും കരയിലേക്ക് വീശുന്ന മഴക്കാറ്റുകളാണ് എന്തെന്ന് പറയുന്നത്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അത് ഏത് കാലയളവിലാണെന്ന് ചോദിച്ചാൽ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ്. കടലിൽ നിന്ന് വീശുന്നതിനാൽ ഇവ ഈർപ്പവാഹിനികളാണ്. കരയിലേക്ക് പ്രവേശിക്കുന്ന ഈ കാറ്റുകളെ പശ്ചിമഘട്ട മലനിരകൾ തടഞ്ഞു നിർത്തുന്നു. ഇതിൻ്റെ ഫലമായി കേരളം ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ തീരങ്ങളിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നു. ഇതാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. കേരളത്തിൽ ഈ മഴക്കാലം കാലവർഷം എന്നും അറിയപ്പെടുന്നു. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ മൺസൂൺ കാറ്റുകൾ നേർവിപരീത ദിശയിൽ വടക്ക് കിഴക്ക് നിന്നും വീശുന്നു. ഈ കാറ്റുകൾ വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ എന്നറിയപ്പെടുന്നു. അപ്പോൾ അവിടെ നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞ വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റ് അല്ലെങ്കിൽ തുലാവർഷം അതിൻ്റെ ആ ഒരു കാലയളവ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഒക്ടോബർ മുതൽ നവംബർ വരെയാണ്. ഒക്ടോബർ മുതൽ നവംബർ വരെയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ മൺസൂൺ കാറ്റുകൾ എന്താണ്? വിപരീത ദിശയിലാണ് വടക്ക് കിഴക്ക് നിന്നും വീശുന്നു. ഈ കാറ്റുകൾ എന്താണ്? വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ എന്ന് അറിയപ്പെടുന്നു. ഈ കാറ്റുകളുടെ ഒരു ഭാഗം ബംഗാൾ ഉൾക്കടലിന് മുകളിലൂടെ കടന്നു പോകുന്നതിനാൽ ഈർപ്പപൂരിതമാവുകയും ഇന്ത്യയുടെ തെക്കൻ സംസ്ഥാനങ്ങളിൽ പലയിടങ്ങളിലും മഴയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു എന്ന കാര്യം ഓർക്കുക. ഈ മഴക്കാലം കേരളത്തിൽ എന്താണ്? തുലാവർഷം എന്നറിയപ്പെടുന്നു. അപ്പോൾ കേരളത്തിലെ കാലവർഷത്തിൻ്റെ ആ ഒരു കാലഘട്ടം ചോദിച്ചാൽ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന തൊട്ട് അതിനുശേഷം വരുന്ന തുലാവർഷം ഏത് ആണെന്ന് വെച്ചാൽ ഒക്ടോബർ മുതൽ നവംബർ വരെയാണെന്ന് കാര്യം ഓർക്കുക. ഇത് നമ്മളൊരു കോഡിലൂടെ പഠിക്കും. DFM² എന്ന് പറയുന്ന ഒരു കോഡാണ് നമ്മൾ ഉപയോഗിക്കുക. DFM² എന്ന് പറയുന്ന കോഡ്. അതായത് ഇനി അതിനുശേഷം പിന്നെ എന്ത് വരും? ശൈത്യകാലം വരും. അത് ഈ നവംബർ കഴിഞ്ഞാൽ ഡിസംബർ മുതൽ
ഫെബ്രുവരി വരെ. അതിനുശേഷം മാർച്ച് മുതൽ മെയ് വരെയുള്ള ആ ഒരു കാലഘട്ടമാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് വേനൽക്കാലം എന്ന് പറയുന്നത്. അതാണ് ഈ ഒരു കോഡ് JS_DFM². അപ്പോൾ തുടക്കം എന്താണ് കാലവർഷത്തിൽ നിന്നാണ്. നമ്മൾ ആ സ്കൂളിലേക്ക് പോകുമ്പോൾ ഉള്ള ആ ഒരു മഴ ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ കാലവർഷം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്ന് പറയുന്നത്. അതിനുശേഷം ഒക്ടോബർ മുതൽ നവംബർ വരെയാണ് എന്ത് നമ്മുടെ വടക്ക് കിഴക്കൻ മൺസൂൺ എന്ന് പറയുന്നത്. അതിനുശേഷം DFM² എന്നാണ് പറഞ്ഞത്. അപ്പോൾ DF ഡിസംബർ ടു ഫെബ്രുവരി, അത് എന്താണ് നമ്മുടെ ശൈത്യകാലമാണ്. അതിനുശേഷം M² എന്നാണ്. M വെച്ച് വരുന്ന മാസമാണ് മാർച്ച്, പിന്നെ M വെച്ച് വരുന്നത് മെയ് മാസമാണ്. അപ്പം അവിടെ നമുക്ക് മാർച്ച് ടു മെയ് ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന വേനൽക്കാലം എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് മണ്ണേ നമ്പില്ലയ്യ എന്ന് പറയുന്ന ഒരു വരികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മണ്ണേ നമ്പില്ലയ്യ മരമിരിക്ക്, ഇത് നമ്മളിപ്പോൾ യൂട്യൂബിലൊക്കെ വളരെ തരംഗം സൃഷ്ടിച്ചിരിക്കുന്ന ഒരു പാട്ടാണ്. ഈ പാട്ട് എന്ന് പറയുന്നത് നമ്മുടെ അട്ടപ്പാടിയിലെ ഇരുളരുടെ പാട്ടാണെന്ന് കാര്യം ഓർക്കുക. അപ്പോൾ വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ഈ ഒരു പാട്ട് നൽകിയിട്ട് ഇത് അട്ടപ്പാടിയിലെ ഏത് വിഭാഗത്തിൻ്റെ പാട്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊരു ചോദ്യം പ്രതീക്ഷിക്കാം. അപ്പോൾ അവിടെ ഓർത്തിരിക്കേണ്ടത് ഇരുളരുടെ പാട്ടാണെന്ന കാര്യം ഓർത്തിരിക്കുക. അട്ടപ്പാടിയിലെ ഇരുള വിഭാഗക്കാരുടെ ഒരു പാട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്ന ഈ ഒരു പാട്ട്. ഇനി അടുത്തായിട്ട് നമ്മളിവിടെ പഠിക്കുന്നത് എങ്ങനെയാണ് മണ്ണ് രൂപപ്പെടുന്നതെന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഭൂമിയിൽ ജീവന നിലനിൽപ്പിന് കാരണമായ പ്രധാന ഘടകങ്ങളിലൊന്നാണ് മണ്ണ്. പാറ പൊടിഞ്ഞ് മണ്ണായി മാറുന്ന പ്രക്രിയ ദീർഘകാലം കൊണ്ടാണ് നടക്കുന്നത്. ഭൂപ്രകൃതി, കാലാവസ്ഥ, പാറയുടെ ഘടന, കാലപ്പഴക്കം, സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും മറ്റ് സൂക്ഷ്മജീവികളുടെയും പ്രവർത്തനം എന്നിവ മണ്ണ് രൂപപ്പെടുന്നതിന് കാരണമാകുന്നു. 1 ഇഞ്ച് കനത്തിൽ മണ്ണ് രൂപപ്പെടാൻ 1000-ലധികം വർഷങ്ങൾ വേണ്ടിവരുമെന്നാണ് കണക്ക് പറയുന്നതെന്ന കാര്യം ഓർക്കുക. ഇവിടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന പുസ്തകത്തിൽ മണ്ണുണ്ടാകുന്നത് എങ്ങനെയെന്ന് പ്രതിപാദിക്കുന്നു പറയും. അപ്പോൾ ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന് പറയുന്ന പുസ്തകം ആരുടെയാണെന്ന് ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റുവിൻ്റെ പുസ്തകമാണെന്ന് കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട മണ്ണ് ആണ് ചെങ്കൽ മണ്ണ് അല്ലെങ്കിൽ ലാറ്ററൈറ്റ് മണ്ണ്. നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ് എന്ന് പറയുന്നത്. നമ്മൾ കേരള എന്ന് പറയുമ്പോൾ ല വെച്ചിട്ടാണ് നമ്മൾ അവസാനിപ്പിക്കുന്നത്. അപ്പം ലാറ്ററൈറ്റ്, അതിൻ്റെ മലയാളം ഓർത്തിരിക്കണം, ചെങ്കൽ മണ്ണാണ്. അതുപോലെ തന്നെ ചെമ്മണ്ണ്, എക്കൽ മണ്ണ്, അതുപോലെ വനമണ്ണ്, പിന്നെ കേരളത്തിൽ കാണപ്പെടുന്ന പ്രധാന മണ്ണിനങ്ങളാണ്. ഈ എക്കൽ മണ്ണിനാണ് അലുവിയൽ സോയിൽ എന്ന് വിളിക്കുന്നത്. പിന്നെ ചെമ്മണ്ണ് പിന്നെ കിട്ടും റെഡ് സോയിലാണ്. വനമണ്ണ് നമുക്ക് കിട്ടും ഫോറസ്റ്റ് സോയിലാണ്. അതുപോലെ തന്നെ കറുത്ത മണ്ണ്, അതുപോലെ തന്നെ പീറ്റ് മണ്ണ്, ഇതൊക്കെ എന്താണ് ചില പ്രദേശങ്ങളിൽ നമ്മുടെ കേരളത്തിൽ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ചെങ്കൽ മണ്ണ്, ചെമ്മണ്ണ്, എക്കൽ മണ്ണ്, വനമണ്ണ് എന്നിവയാണ് പ്രധാനമായിട്ടും കേരളത്തിൽ കാണപ്പെടുന്ന മണ്ണ്. അതുകൂടാതെ ബ്ലാക്ക് സോയിലും പീറ്റ് സോയിലും ചില സ്ഥലങ്ങളിലൊക്കെ കേരളത്തിൽ കാണപ്പെടുന്നുണ്ട്. ഇനി അടുത്തത് ഇവിടെ പറയുന്നത് മണ്ണിൻ്റെ തനത് സവിശേഷതകളെ ദോഷകരമായി ബാധിക്കുന്ന ചില കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അതിലൊന്നാണ് അമിതമായിട്ടുള്ള രാസവള കീടനാശിനി പ്രയോഗം, മണ്ണിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, അശാസ്ത്രീയ ഖനന പ്രവർത്തനം, അശാസ്ത്രീയ കാർഷിക പ്രവർത്തനങ്ങളൊക്കെ എന്താണ് മണ്ണിൻ്റെ നാശത്തിന് കാരണമാകുന്നു. ഇനി അടുത്ത ഇവിടെ പറയുന്നത് മണ്ണ് സംരക്ഷണത്തിൻ്റെ മാർഗ്ഗങ്ങളാണ്. അതിലൊന്ന് പറയുന്നത് കണ്ടൽ കാടുകൾ വെച്ച് പിടിപ്പിക്കുക, അതായത് അവയൊക്കെ സംരക്ഷിക്കുക. അതുപോലെ തന്നെ കയർ ഭൂവസ്ത്രം, അതുപോലെ തന്നെ കല്ലു കയ്യാല, അതുപോലെ തന്നെ തട്ടുകൃഷി, ഇതൊക്കെ എന്ത് ചെയ്യും മണ്ണ് സംരക്ഷിക്കുമെന്ന കാര്യം. അതായത് മണ്ണിൻ്റെ ഒഴുക്ക്, മഴവെള്ളമൊക്കെ വരുന്ന സമയത്ത് ഈ ഒഴുകിപ്പോകുന്ന അതിനെയൊക്കെ സംരക്ഷിക്കാൻ ഇത് വളരെയധികം സഹായിക്കുമെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇത് നമ്മുടെ SCRT ടെസ്റ്റുകൾ പറയുന്നതാണ്. ഒരുപക്ഷെ ഇതൊക്കെ വേണമെങ്കിൽ ഒരു രൂപത്തിൽ ചോദിക്കാവുന്നതാണ്. അമിത രാസവള കീടനാശിനി പ്രയോഗം, അതുപോലെ മണ്ണിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, അശാസ്ത്രീയ ഖനന പ്രവർത്തനം, അശാസ്ത്രീയ കാർഷിക പ്രവർത്തനങ്ങൾ, ഇതൊക്കെ നമുക്ക് ഓർത്താൽ തന്നെ കിട്ടുന്ന ഉത്തരങ്ങളാണ്. അതുപോലെ കണ്ടൽ കാടുകൾ വെച്ച് സംരക്ഷിക്കുക, അതുപോലെ കയർ ഭൂവസ്ത്രം, അതൊരു പോയിൻ്റായിട്ട് വന്നു കഴിഞ്ഞാൽ എന്താണെന്ന് ചിലപ്പോൾ നമുക്കൊരു സംശയം വരാം. അപ്പോൾ അതും എന്താണ് മണ്ണ് സംരക്ഷണവുമായി ബന്ധപ്പെട്ടതാണെന്ന കാര്യം ഓർത്തിരിക്കുക. പിന്നെ തട്ടുകൃഷിയും കല്ലുകയാലൊക്കെ നമ്മൾ എപ്പോഴും കാണുന്നതാണ്. ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഡിസംബർ 5-ാം തീയതിയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഐക്യരാഷ്ട്ര സംഘടന മണ്ണ് സംരക്ഷണ ദിനമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് നമ്മൾ സോയിൽ എന്ന് പറയുമ്പോൾ ആ എസ് ഇങ്ങോട്ട് പിടിച്ചാൽ മതി. സോയിൽ എന്ന് പറയുമ്പോൾ എസ്, അതൊരു 5ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ഡിസംബർ 5-ാം തീയതിയാണ് ഈ മണ്ണ് സംരക്ഷണ ദിനം എന്ന് നമുക്ക് ഓർത്തിരിക്കാനായിട്ട് പറ്റും. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് കിഴക്ക് സഖ്യപർവ്വതം മുതൽ പടിഞ്ഞാറ് അറബിക്കടൽ വരെ കയറ്റിറക്കങ്ങളോട് കൂടിയ ചരിവായി നിലകൊള്ളുന്ന ഭൂപ്രകൃതിയാണ് കേരളത്തിൻ്റേത്. സഖ്യപർവ്വത നിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന കായലിലേക്കും കടലിലേക്കും ഒഴുകുന്ന നദികൾ കേരളത്തെ ജലസമൃദ്ധമാക്കുന്നു. ഇവ കൂടാതെ നിരവധി തടാകങ്ങളും കുളങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. കേരളത്തിൽ 44 നദികളും ഉത്ഭവിക്കുന്ന മലനാട് ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്നാണ്. ഇവയിൽ 3 നദികൾ കിഴക്കോട്ടും 41 നദികൾ പടിഞ്ഞാറോട്ടുമാണ് ഒഴുകുന്നത്. ഇത് നമ്മൾ തൊട്ട് മുമ്പ് നമ്മൾ പരിചയപ്പെട്ടത് തന്നെയാണ്. ലോകത്തിലെ ആകെ ജല ലഭ്യതയുടെ ചെറിയൊരു അളവ് മാത്രമേ ശുദ്ധജലമായിട്ടുള്ളൂ. അമൂല്യമായ ശുദ്ധജലം സംരക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്. മഴക്കുഴി, മഴവെള്ള സംഭരണി, തടയണ,
പുതയിടൽ തുടങ്ങിയ മാർഗ്ഗങ്ങൾ ഉപയോഗിച്ച് ജലസംരക്ഷണം ഉറപ്പുവരുത്താൻ കഴിയും. അപ്പോൾ ജലസംരക്ഷണം ഉറപ്പുവരുത്തുന്ന ചില മാർഗ്ഗങ്ങളുണ്ട്. ഒന്ന് മഴക്കുഴി നിർമ്മിക്കുക, മഴവെള്ള സംഭരണി ഉണ്ടാക്കുക, തടയണ, അതുപോലെ തന്നെ പുതയിടൽ തുടങ്ങിയ മാർഗ്ഗങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജലസംഭരണം, അതായത് ജലസംരക്ഷണം ഉറപ്പുവരുത്താൻ പറ്റുമെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി ജലാശയങ്ങൾ മലിനപ്പെടുന്നത് ജീവജാലങ്ങളുടെ നിലനിൽപ്പ് അപകടത്തിലാക്കുന്നു. നിലവിലുള്ള ജലസ്രോതസ്സുകളെ സംരക്ഷിക്കുന്നതിനും പരിപാലിക്കുന്നതിനും സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. ചുവടെ നൽകുന്ന പട്ടിക പരിശോധിക്കുക. അതിലൊന്നാണ് ഇനി ഞാൻ ഒഴുകട്ടെ എന്ന് പറയുന്ന ആ ഒരു പദ്ധതി. അത് ഹരിത കേരളം മിഷന്റെ ഭാഗമായിട്ടാണ്. മാലിന്യമുക്ത നവകേരളം എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പാണ്. തെളിനീരൊഴുകും നവകേരളം എന്ന് പറയുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിലാണ്. ജൽ ജീവൻ മിഷൻ എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ്. ഇതിൽ തെളിനീരൊഴുകും നവകേരളം ഒക്കെ പലപ്പോഴും PSC പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഓരോ പദ്ധതികളും അവർ നടപ്പിലാക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്ന ആര്? ഇനി ഞാൻ ഒഴുകട്ടെ എന്ന് പറയുന്നത് ഹരിത കേരള മിഷനുമായി ബന്ധപ്പെട്ടതാണ്. ഇനി ഞാൻ ഒഴുകട്ടെ. അതുപോലെ മാലിന്യമുക്ത നവകേരളം, തെളിനീരൊഴുകും നവകേരളം, ഇത് തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ്. ജൽ ജീവൻ മിഷൻ എന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ്. ഈ ജൽ ജീവൻ മിഷനൊക്കെ നിങ്ങൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ടാകും. നമ്മുടെ റോഡൊക്കെ നന്നാക്കി കഴിയുമ്പോൾ പെട്ടെന്ന് പൈപ്പ് ഇടാനൊക്കെ വരുന്ന ഒരു പദ്ധതി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അത് പലപ്പോഴായിട്ട് നമ്മുടെ വീടുകളിലേക്കൊക്കെ ഇപ്പോൾ ധാരാളം പൈപ്പ് കണക്ഷനൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അതൊക്കെ ഈ ജൽ ജീവൻ മിഷൻ്റെ ഭാഗമായിരിക്കും. ഈ ഒരു ക്ലാസ് കാണുന്ന പലരും ഒരുപക്ഷെ വീട്ടിലേക്കൊക്കെ പൈപ്പ് കണക്ഷനൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഈ ജൽ ജീവൻ മിഷൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയായിരിക്കും വരുന്നത്. ഇനി അടുത്തത് ഈ പദ്ധതികൾ എന്താണെന്ന് നമുക്കൊന്ന് അറിഞ്ഞിരിക്കണം. ഇനി ഞാൻ ഒഴുകട്ടെ എന്ന് പറയുന്നത് നീർച്ചാലുകളുടെയും പുഴകളുടെയും വീണ്ടെടുപ്പിനായിട്ട് വിഭാവനം ചെയ്ത പദ്ധതിയാണ് ഇനി ഞാൻ ഒഴുകട്ടെ എന്ന് പറയുന്ന പദ്ധതി. അപ്പോൾ ഇനി ഞാൻ ഒഴുകട്ടെ എന്ന് പറയുന്ന പദ്ധതി എന്താണ്? അത് ഹരിത കേരള മിഷനുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതിയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തത് എന്താണ്? കേരളത്തെ മാലിന്യമുക്തമാക്കുന്നതിന് ആരംഭിച്ചതാണ് മാലിന്യമുക്ത നവകേരളം എന്ന് പറയുന്ന പദ്ധതി. അത് എന്താണ്? തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇനി ജലസ്രോതസ്സുകൾ മാലിന്യമുക്തമാക്കാനും സംരക്ഷിക്കാനും ലക്ഷ്യമിട്ട് ആരംഭിച്ചതാണ് തെളിനീരൊഴുകും നവകേരളം. അത് പ്രീവിയസ് ആയിട്ട് ചോദിച്ചതാണ്. ജലസ്രോതസ്സുകൾ മാലിന്യമുക്തമാക്കാനും സംരക്ഷിക്കാനും ലക്ഷ്യമിട്ട് ആരംഭിച്ച പദ്ധതിയാണ് തെളിനീരൊഴുകും നവകേരളം. അതെന്താണ്? തദ്ദേശ സ്വയംഭരണ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി അടുത്തത് 2024 എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും പൈപ്പിലൂടെ ശുദ്ധജലം എത്തിക്കുന്ന ജലജീവൻ പദ്ധതിക്ക് കേരളത്തിലും തുടക്കമായി. അപ്പോൾ ജലജീവൻ പദ്ധതി എന്താണെന്നാണ് അവിടെ പറഞ്ഞത്. ഇനി കേരളത്തിൻ്റെ വിളവൈവിധ്യം, നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ആ ഒരു പഴയ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ്. ഒരു പ്രദേശത്തും കൃഷി, അവിടുത്തെ ഭൂപ്രകൃതി, കാലാവസ്ഥ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മണ്ണ്, ജലസേചന സൗകര്യം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം എന്നിവയും കൃഷിയെ സ്വാധീനിക്കുന്നു. ഇടുക്കി ജില്ലയിലെ മൂന്നാർ, പീരുമേട്, വയനാട് ജില്ലയിലെ മേപ്പാടി, വൈത്തിരി, തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടി തുടങ്ങിയ പ്രദേശങ്ങളിൽ തേയില വ്യാപകമായി കൃഷി ചെയ്യുന്നു. പാലക്കാട് ജില്ലയിലെ കുട്ടനാട്ടിലും നെൽകൃഷി വ്യാപകമാണ്. അതായത് ആ ഒരു സമുദ്രനിരപ്പിലുള്ള ഉയരത്തിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ കൃഷിയും വേറിട്ട് നിൽക്കും എന്നാണ് ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത്. ഇനി അടുത്തത് വളക്കൂറുള്ള മണ്ണും ധാരാളമായി ലഭിക്കുന്ന മഴയും കേരളത്തിൽ വ്യത്യസ്തമായ വിളകൾക്ക് അനുയോജ്യമായ സാഹചര്യമൊരുക്കുന്നു. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം കൂടുതൽ മൂലം അനുഭവപ്പെടുന്ന തണുത്ത കാലാവസ്ഥ, ചരിവാർന്ന ഭൂപ്രകൃതി എന്നിവ മലനാട് മേഖലയിലെ തേയില, ഏലം, കാപ്പി, കുരുമുളക് മുതലായ വിളകൾക്ക് അനുകൂല സാഹചര്യം ഒരുക്കുന്നു. ഭൂപ്രകൃതിയും മണ്ണിൻ്റെ സവിശേഷതകളും ഇടനാട്ടിലെ വിളവൈവിധ്യത്തിന് കാരണമാകുന്നു. മരച്ചീനി, ചേമ്പ്, ചേന തുടങ്ങിയ കിഴങ്ങ് വർഗ്ഗങ്ങളോടൊപ്പം ഇടനാട്ടിൽ വാഴകൃഷിയും റബ്ബർ കൃഷിയും വ്യാപകമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്നത് കേരളത്തിലാണ്. ഇത് ഒരു ചോദ്യമായിട്ട് ചോദിക്കാവുന്നതാണ്. ഏറ്റവും കൂടുതൽ എവിടെയാണ്? കേരളത്തിലാണ്. പുതിയ ടെക്സ്റ്റ് ബുക്കിലെ പോയിന്റാണ്. തീരപ്രദേശത്തെ എക്കൽ മണ്ണിൻ്റെ സാന്നിധ്യം നെൽകൃഷിക്ക് അനുയോജ്യമാണ്. അപ്പോൾ നെൽകൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് ഏതെന്ന് പറയുന്നത്? എക്കൽ മണ്ണ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ തെങ്ങ് സമൃദ്ധമായി വളരുന്നതിന് ഇവിടുത്തെ ഉപ്പ് രസമുള്ള മണ്ണ് സഹായകമാണ്. കായലുകൾ മത്സ്യകൃഷിക്ക് ഉപയോഗിക്കുന്നുണ്ട് എന്നും കൂടെ ഓർത്തിരിക്കുക. ഇനി അടുത്ത് കേരളത്തിന് തൊഴിൽ വൈവിധ്യമാണ്. ജനജീവിതം മെച്ചപ്പെടുന്നതിന് കാർഷിക രംഗത്തെ പുരോഗതിയോടൊപ്പം പ്രധാനമാണ് മറ്റ് തൊഴിൽ മേഖലയിലെ പുരോഗതി. ഒരു പ്രദേശത്തെ ജനങ്ങളുടെ പുരോഗതി നിർണ്ണയിക്കുന്നതിൽ അവിടുത്തെ പ്രകൃതി വിഭവങ്ങൾക്കും മനുഷ്യ വിഭവശേഷിക്കും പങ്കുണ്ട്. ഓരോ പ്രദേശത്തെയും ഭൂപ്രകൃതിക്കും കാലാവസ്ഥയ്ക്കും അനുഗുണമായാണ് അവിടുത്തെ തൊഴിൽ സംസ്കാരം രൂപപ്പെട്ടിട്ടുള്ളത്. കായലോരങ്ങളിലെ തൊണ്ടുതല്ലലും കയറുപിരിക്കലും കുട്ടനാട്ടിലെ നെൽകൃഷിയും താറാവ് വളർത്തലും ഇതിന് ഉദാഹരണങ്ങളാണ്. കേരളത്തിലെ വിദ്യാഭ്യാസ പുരോഗതിയും മെച്ചപ്പെട്ട സാമൂഹിക ഭൗതിക സാഹചര്യങ്ങളും ആധുനിക സാങ്കേതിക വിദ്യയും ജനങ്ങൾ ഏർപ്പെടുന്ന തൊഴിലുകളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി എന്നും കൂടെ ഓർക്കുക. ജീവനും സ്വത്തിനും പരിസ്ഥിതിക്കും അപായകരമായ പ്രകൃതി പ്രതിഭാസങ്ങളാണ് പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ജീവനും സ്വത്തിനും പരിസ്ഥിതിക്കും അപായകരമായ പ്രകൃതി പ്രതിഭാസങ്ങളാണ് പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ചാണ് ഇനി ഈ ഒരു ചാപ്റ്ററിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യരെയും മറ്റ് ജീവജാലങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്നു. 2004 എന്തുണ്ടാകുന്നത്? സുനാമി ഉണ്ടാകുന്നത് കേരളത്തിൽ. അപ്പോൾ അതെന്താണ്? ഈ പറയുന്ന പ്രകൃതി ദുരന്തത്തിന് പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ്.
ഇനി അടുത്ത ഇവിടെ പറയുന്നത് കളവപ്പാറ ഉരുൾപൊട്ടൽ. ഇത് കൃത്യമായിട്ട് നമ്മുടെ ആ ഒരു വർഷം ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നതുകൊണ്ട് തന്നെ കളവപ്പാറ ഉരുൾപൊട്ടൽ നടന്ന വർഷം ചോദിക്കാം, 2019. അപ്പോൾ കവളപ്പാറ ഉരുൾപൊട്ടൽ എന്നാണെന്ന് ചോദിച്ചാൽ, കവളപ്പാറ ഉരുൾപൊട്ടൽ എന്നാണെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് 2019 കാര്യം ഓർക്കുക. അപ്പോൾ 2019 കവളപ്പാറ ഉരുൾപൊട്ടൽ ഉണ്ടായതെന്ന കാര്യം ഓർക്കുക. എന്നാണ് 2019 കാര്യം ഓർത്തിരിക്കുക. ഇനി 2020 പെട്ടിമുടി ഉരുൾപൊട്ടൽ ഉണ്ടായത്. എവിടെയാണ്? പെട്ടിമുടി ഉരുൾപൊട്ടൽ. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്ന് നമ്മളിവിടെ പറഞ്ഞു കവളപ്പാറ ഉരുൾപൊട്ടൽ 2019, പെട്ടിമുടി ഉരുൾപൊട്ടൽ വരുന്നത് 2020. 2018 കേരളത്തിലുണ്ടായ വലിയ പ്രളയം, കേരളത്തിൽ വലിയ പ്രളയം ഉണ്ടായത് 2018. 2019 കവളപ്പാറയിലും 2020 പെട്ടിമുടിയിലും ഉണ്ടായ ഉരുൾപൊട്ടലുകൾ എന്നിവ അതാത് പ്രദേശങ്ങളിലെ ജനജീവിതം ദുസ്സഹമാക്കിയിരുന്നു. ഇനി ദുരന്ത നിവാരണവും ലഘൂകരണവും എന്ന് പറയുന്ന ഒരു ചെറിയൊരു പാരഗ്രാഫ് നൽകിയിട്ടുണ്ട്. അതിൽ പറയുന്ന കാര്യങ്ങൾ, ദുരന്ത നിവാരണത്തിനും ലഘൂകരണത്തിനുമായി എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ നടത്താമെന്നാണ് ഇവിടെ പറയുന്നത്. മുന്നൊരുക്കങ്ങൾ: ദുരിത പൂർവ്വ നിവാരണ പ്രവർത്തനം, ദുരിത സമയത്തെ രക്ഷാപ്രവർത്തനം, ദുരിതാനന്തര പ്രവർത്തനം. ഇങ്ങനെ മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട്. അപ്പോൾ ദുരിതത്തിന് മുമ്പ് ചെയ്യേണ്ടവ, ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ചില ദുരന്തങ്ങൾ എന്ത് ചെയ്യുക? മുൻകൂട്ടി അറിയുക. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ദുരന്ത സാധ്യതാ മേഖലകളിൽ മുന്നറിയിപ്പുകൾ നൽകി ബോധവൽക്കരണത്തിനും ജനങ്ങളെ മാറ്റി പാർപ്പിക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കുക. ഇനി ദുരിത സമയത്തെ രക്ഷാപ്രവർത്തനം എന്ന് പറയുമ്പോൾ രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ സംവിധാനം ഒരുക്കുക, ദുരിതാശ്വാസ ക്യാമ്പുകൾ സ്ഥാപിച്ച് ഭക്ഷണം, വസ്ത്രം, താമസ സൗകര്യം, ചികിത്സ എന്നിവ ലഭ്യമാക്കുന്നതിനുള്ള ആസൂത്രണം നടത്തുക. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി ദുരിതാനന്തര പ്രവർത്തനം എന്ന് പറയുമ്പോൾ ദുരിതബാധിതരെ എന്ത് ചെയ്യുക? പുനരധിവസിപ്പിക്കുക, ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ദുരന്ത സാഹചര്യങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയവയാണ് ദുരന്താനന്തര പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ മുന്നൊരുക്കങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന് ദുരിത പൂർവ്വ നിവാരണ പ്രവർത്തനമുണ്ട്, ദുരന്ത സമയത്തെ രക്ഷാപ്രവർത്തനമുണ്ട്, ദുരന്താനന്തര പ്രവർത്തനവും ഉണ്ടെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്ത് പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായി പ്രവർത്തിക്കുന്ന സർക്കാർ വകുപ്പുകളിലും സംവിധാനങ്ങളുടെയും ഒരു ലിസ്റ്റ് നൽകിയിട്ടുണ്ട്. അതിലൊന്ന് കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പാണ്, മറ്റൊന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി, ദുരന്ത സാധ്യത അപഗ്രഥന സെല്ല്, പിന്നെ ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞു പോകുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. അപ്പോൾ രണ്ട് ചാപ്റ്ററിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. ഒന്ന് പഴയ ടെക്സ്റ്റ് ബുക്കിലെ കേരളക്കരയിൽ എന്ന് പറയുന്ന ചാപ്റ്ററും പുതിയ ടെക്സ്റ്റ് ബുക്കിലെ നാടറിയാം എന്ന് പറയുന്ന ചാപ്റ്ററുമാണ്. അപ്പോൾ രണ്ട് ചാപ്റ്ററിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോൾ പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതായത് December 5 എപ്പോഴും PSC ചോദിക്കുന്നതാണ്. അന്നാണ് നമ്മുടെ മണ്ണ് ദിനം എന്ന കാര്യം ഓർത്തിരിക്കാം, മണ്ണ് സുരക്ഷാ ദിനം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയത്. അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാം. ഒപ്പം നമ്മുടെ ടെലഗ്രാം ചാനലിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആ ഒരു ഓഡിയോ ക്ലാസ്സിൻ്റെ സീരീസും ഉണ്ടായിരിക്കും. അതിനോടൊപ്പം തന്നെയാണ് ഈ ക്ലാസ്സും കടന്നു പോകുന്ന ആ പരീക്ഷയ്ക്ക് ഗുണപ്രദമാവുന്ന SCRT ചാപ്റ്ററുകൾ ഈ ഒരു രീതിയിലായിരിക്കും പരിചയപ്പെടുത്തി പോവുക. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. നല്ല രീതിയിൽ പഠിക്കുക. നല്ല രീതിയിൽ പഠിച്ചാൽ തീർച്ചയായിട്ടും നല്ലൊരു ഉദ്യോഗം നിങ്ങളെ തേടി എത്തുന്നതായിരിക്കും.